എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഹായ്, എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും നമ്മളൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് നമ്മൾ കുക്കിങ്ങിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. എന്താണെന്ന് നമുക്ക് നോക്കാമല്ലോ. കുറച്ച് ചിക്കൻ പീസ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ചിക്കൻ കൊണ്ട് മാത്രം ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ചല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ കൂടെ സബ്ബായിട്ട് നമ്മൾ കുറച്ച് കിഴങ്ങും കൂടെ അതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കറിക്കുള്ള സാധനം. ഇതിന് വേണ്ട ചേരുവകൾ നമുക്ക് നോക്കാം. ഒരു 1.5 സവോള ഇവിടെ എടുത്ത് കഴുകി രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, വലിയ പച്ചമുളകായിട്ട് 2 എടുത്തുള്ളൂ. ഒരു കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി. ഇതിന് അത്യാവശ്യം പുതിനയിലയും വേണം, മല്ലിയിലയും വേണം. ഈ മല്ലിയില, പുതിനയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും സാധനം നമ്മളൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ അത്യാവശ്യമാണ്. മസാലയായിട്ട് ഞാൻ എല്ലാ മസാലയും കൂടെ കൂട്ടി, അതായത് പെരുംജീരകം, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു, തക്കോലം, പട്ട അങ്ങനെയുള്ള എല്ലാം ചേർത്ത് ഒന്ന് നല്ലവണ്ണം ഇടികല്ലിൽ ചതച്ച് ഒരുവിധം പൊടിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനിവിടെ ബീഫ് ഉണ്ടാക്കുമ്പോഴും ചിക്കൻ ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ തന്നെ കൂടുതലും ചേർക്കുന്നത്. പിന്നെ നമ്മൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പം കുരുമുളക് നമ്മൾ ഇതിനകത്ത് ഈ മസാലക്കൂട്ടിൽ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. 1 സ്പൂണോളം കുരുമുളകും ഇതിനകത്ത് ചതച്ചിട്ടുണ്ട്. അപ്പോൾ എരിവ് കുറവൊന്നും കാണുവാണെങ്കിൽ പിന്നെ നമുക്ക് കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഒത്തിരി നീട്ടിക്കൊണ്ട് പോകാതെ പാചകത്തിലേക്കൊക്കെ പോകാം. ആദ്യം നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അതേപോലെ ഈ ചിക്കനും കിഴങ്ങും കൂടെ കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാം. ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ചിക്കനും ഉരുളക്കിഴങ്ങും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കാം. ചിക്കനും കിഴങ്ങും നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. ഇനി എടുത്തു വെച്ച മഞ്ഞൾപ്പൊടിയിൽ നിന്നൊരു പകുതി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചിക്കനകത്തും കിഴങ്ങിലേക്കും കൂടെ. ഇനി ബാക്കി ഉപ്പൊക്കെ നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് പതുക്കെ വേവിച്ചെടുക്കാം. ഒരു പകുതി വേവോളം ഇതിനകത്ത് നമുക്ക് വേവിക്കാം. ബാക്കി നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ അടി പിടിക്കും. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, ചിക്കൻ്റെ വെള്ളം തന്നെ ഇതിനകത്തുനിന്ന് ഇറങ്ങി വന്നോളും. അപ്പോൾ ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ എടുത്തു വെച്ച മല്ലിയില, പുതിനയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, എടുത്തു വെച്ച തക്കാളിയിൽ നിന്ന് ഒരു പകുതിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. മല്ലിയില, പുതിനയില, പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനും കിഴങ്ങും എന്തായെന്ന് നോക്കാം. ഏകദേശം എണ്ണയിൽ ഇങ്ങനെ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു 2 കിഴങ്ങും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഇച്ചിരി നേരം കൂടെ ഇത് നമുക്ക് അടച്ചു വെച്ച് വഴറ്റിയെടുക്കാം. ചിക്കനും കിഴങ്ങും ഏകദേശമൊക്കെ വഴന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റി വെച്ചിട്ട് നമുക്ക് പാചകത്തിനുള്ള ഒരു ഉരുളി വെച്ച് കൊടുക്കാം. നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി നമ്മൾ ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയും ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം.
നന്നായിട്ട് വഴറ്റിയെടുക്കാം. അരിഞ്ഞു വെച്ച പകുതി തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരുമിച്ച് നന്നായിട്ട് വാടി വരട്ടെ. ഞാൻ ഇതിനകത്തേക്ക് ഒരു ലേശം ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്, പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി. നന്നായിട്ട് വാടി വരട്ടെ. ഓക്കെ, ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ച മസാലക്കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി എടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം. നമ്മൾ അരച്ച് വെച്ച ആ പുതിന, മല്ലിയില, പച്ചമുളക് ആ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സി കഴുകി അതിൻ്റെ ബാക്കിയുള്ള ഇച്ചിരി വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മിക്സി കഴുകി ആ വെള്ളം കൂടെ നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കണം. ഒന്ന് കുറുകുമ്പോഴത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചിക്കനും കിഴങ്ങും കൂടെ ഇതിലേക്കിട്ട് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് കുറച്ച് നേരം, ഒരു 5 മിനിറ്റത്തേക്ക് അടച്ച് വയ്ക്കാം. അടപ്പ് നോക്കി നമുക്കൊന്ന് നോക്കാം എന്തായെന്ന്. നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ച ചിക്കനും കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരു പകുതി വേവേ ആയിട്ടുള്ളൂ, ബാക്കി വേവ് ഈ ഗ്രേവിയിൽ കിടന്നാവണം. ഇളക്കി യോജിപ്പിച്ചിട്ട് കാണാം. നമ്മളിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ മസാല ഒരു ഇച്ചിരി കുറവ് പോലെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഒരു 3/4 സ്പൂൺ ചിക്കൻ മസാല കൂടെ ഇട്ട് നമുക്കിനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഉപ്പൊക്കെ നോക്കി, ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചൊന്ന് വേകട്ടെ. നമ്മുടെ ചിക്കൻ കറി എന്തായെന്ന് നോക്കാം. ഇതാ തിളച്ച് അങ്ങനെ കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ്. കാണാനൊക്കെ നല്ല രസമുണ്ട്, ടേസ്റ്റും ഉണ്ട്. ഉപ്പും എരിവും ഒക്കെ പാകത്തിനുണ്ട്. കുരുമുളകിൻ്റെ എരിവും പച്ചമുളകിൻ്റെ എരിവും ഒക്കെ ആവശ്യത്തിനുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് കുറുകി ഒന്ന് എണ്ണ തെളിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. നമ്മുടെ ഗ്രീൻ ചിക്കൻ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി കഴിഞ്ഞു. കാണുന്ന പോലെ തന്നെ കഴിക്കാനും ടേസ്റ്റാണ്. ഞങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സെർവിങ് ബൗളിലെടുത്തിട്ട് കാണാം. അപ്പം നമ്മുടെ അടിപൊളി രുചിയുള്ള ഗ്രീൻ ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചിക്കനും കിഴങ്ങും കൂടെയുള്ള ഒരു കറിയാണിത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളുമൊക്കെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. കാഷ്യൂ നട്ടോ ഫ്രഷ് ക്രീമോ ഗ്രീൻ ചിക്കനിൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.